ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ്. ചുറ്റും നോക്കൂ, യുദ്ധങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ആർക്കും നിയന്ത്രിക്കാനാവാത്ത സാമ്പത്തിക തകർച്ചകൾ. ലോകം മുഴുവൻ ഒരു വലിയ മാറ്റത്തിനായി ദാഹിക്കുകയാണ്. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്ന ഒരു ആഗോള നേതാവിനെ ലോകം ഇന്ന് സ്വപ്നം കാണുന്നുണ്ട്. എന്നാൽ ഈ കാത്തിരിപ്പിന് പിന്നിൽ ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കും. ലോകം ഒരു രക്ഷകനെ പ്രതീക്ഷിക്കുമ്പോൾ വരാനിരിക്കുന്നത് മാനവരാശി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വഞ്ചകനായിരിക്കും. ബൈബിൾ അവനെ വിളിക്കുന്നത് എതിർ ക്രിസ്തു എന്ന പേരിലാണ്. എതിർ ക്രിസ്തു ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു ഹൊറർ സിനിമയിലെ കഥാപാത്രമാണെന്നോ അല്ലെങ്കിൽ കേവലം ഒരു സാങ്കല്പിക രൂപമാണെന്നോ നിങ്ങൾക്ക് തോന്നാം. എന്നാൽ അടുത്ത മിനിറ്റുകളിൽ നാം സംസാരിക്കാൻ പോകുന്നത് വായുവിൽ കെട്ടിപ്പൊക്കിയ കുറെ കഥകളല്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകന്മാരിലൂടെയും അപ്പോസ്തോലന്മാരിലൂടെയും ദൈവം നൽകിയ കൃത്യമായ മുന്നറിയിപ്പുകളെ കുറിച്ചാണ്. യേശുക്രിസ്തു തന്റെ അന്ത്യകാല പ്രഭാഷണങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്: ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ നോക്കുക. അതെ, വഞ്ചനയാണ് അവന്റെ ഏറ്റവും വലിയ ആയുധം. ഒരു കൊടും ക്രിമിനലായല്ല, മറിച്ച് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുമായിട്ടായിരിക്കും അവൻ ലോകത്തിന്റെ വേദിയിലേക്ക് കടന്നു വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? കാരണം ഇന്ന് ലോകത്ത് നടക്കുന്ന സാങ്കേതിക വിദ്യയും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ അവന് വരാനുള്ള പാതയൊരുക്കുകയാണ്. ഏകലോക ഗവൺമെന്റ്, ഡിജിറ്റൽ കറൻസി, ആഗോള നിരീക്ഷണം, ഇവയെല്ലാം ബൈബിൾ പ്രവചിച്ച ആ അധർമ്മമൂർത്തിയുടെ ഭരണ സംവിധാനത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഈ സന്ദേശം, ഇതിൻ്റെ ഓരോ ഭാഗവും നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കാരണം ഇത് കേവലം അറിവിന് വേണ്ടിയുള്ളതല്ല. വരാനിരിക്കുന്ന ആഗോള കെണിയിൽ നിങ്ങൾ വീണുപോകാതിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരാത്മീക ഭൂപടമാണ്. ദാനിയേൽ പ്രവാചകൻ കണ്ട ദർശനങ്ങൾ മുതൽ വെളിപ്പാട് പുസ്തകത്തിലെ ഭയാനകമായ അടയാളങ്ങൾ വരെ നമ്മൾ ഇന്ന് വിശദമായി വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ സുദീർഘമായ പഠനത്തിൽ നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി, അവന്റെ വ്യക്തിത്വം. അവൻ ആരാണ്? അവൻ എവിടെ നിന്നാണ് വരുന്നത്? രണ്ടാമതായി, അവന്റെ രാഷ്ട്രീയം. എങ്ങനെയാണ് അവൻ ലോകത്തിന്റെ അധികാരം കയ്യേൽക്കുന്നത്? മൂന്നാമതായി, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആ മൃഗത്തിന്റെ മുദ്ര അഥവാ 666 എന്ന സംഖ്യയുടെ രഹസ്യം. നാലാമതായി, കള്ളപ്രവാചകനും അവൻ കാട്ടുന്ന അത്ഭുതങ്ങളും. അവസാനം, ഈ ഇരുട്ടിന് ശേഷമുള്ള വെളിച്ചം, അതായത് യേശുക്രിസ്തുവിന്റെ മഹത്തായ മടങ്ങിവരവും എതിർ ക്രിസ്തുവിന്റെ അന്ത്യവും. ഈ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സമയം അതിവേഗം കടന്നു പോവുകയാണ്. ലോകത്തിന്റെ ഘടികാരം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളൊരു വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, ഈ സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം വഞ്ചിക്കപ്പെടാതിരിക്കുക എന്നത് നിങ്ങളുടെ ആത്മിക സുരക്ഷയുടെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ആരാണ് യഥാർത്ഥത്തിൽ ഈ എതിർ ക്രിസ്തു? ബൈബിൾ നൽകുന്ന ആ ആദ്യത്തെ അടയാളം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എതിർ ക്രിസ്തു അഥവാ ആന്റിക്രൈസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥമാണ്. പലരും വിചാരിക്കുന്നത് ക്രിസ്തുവിനെ പരസ്യമായി എതിർക്കുന്ന അല്ലെങ്കിൽ ചീത്ത പറയുന്ന ഒരു വ്യക്തിയാണ് എതിർ ക്രിസ്തു എന്നാണ്. എന്നാൽ ഗ്രീക്ക് ഭാഷയിലെ ആന്റി എന്ന വാക്കിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, എതിര് അല്ലെങ്കിൽ എഗനിസ്റ്റ്. 2, പകരക്കാരൻ. അതായത് ക്രിസ്തുവിനെതിരായി നിൽക്കുന്നവൻ എന്ന് മാത്രമല്ല, ക്രിസ്തുവിന് പകരമായി തന്നെ പ്രതിഷ്ഠിക്കുന്നവൻ എന്നാണ് ഇതിന്റെ ആഴത്തിലുള്ള അർത്ഥം. അവൻ ലോകത്തിന് മുൻപിൽ വരുന്നത് ഒരു വില്ലനായിട്ടല്ല, മറിച്ച് യഥാർത്ഥ ക്രിസ്തുവിനെ പോലെ അഭിനയിക്കുന്ന ഒരു വ്യാജ രക്ഷകനായിട്ടായിരിക്കും. യേശുക്രിസ്തു ചെയ്തതുപോലെ സമാധാനത്തെക്കുറിച്ച് അവൻ സംസാരിക്കും, ജനങ്ങളെ ഒന്നിപ്പിക്കും. പക്ഷേ
അത്ഭുതങ്ങൾ പോലും ഒരുപക്ഷെ അവൻ പ്രവർത്തിക്കും. എന്നാൽ അവന്റെ ഉള്ളിൽ ക്രിസ്തുവിനോടുള്ള കടുത്ത വിദ്വേഷമായിരിക്കും ഉണ്ടായിരിക്കുക. ബൈബിൾ ഈ വ്യക്തിയെ പല പേരുകളിലാണ് വിശേഷിപ്പിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ രണ്ടാമത്തെ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ അവനെ വിളിക്കുന്നത് അധർമ്മമൂർത്തി എന്നാണ്. അധർമ്മമൂർത്തി എന്നും നാശയോഗ്യൻ എന്നുമാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അവനെ അധർമ്മമൂർത്തി എന്ന് വിളിക്കുന്നത്? അതിന്റെ കാരണം അവൻ സകല നിയമങ്ങൾക്കും അതീതനായി സ്വയം പ്രഖ്യാപിക്കും. ദൈവിക നിയമങ്ങളെ അവൻ വെല്ലുവിളിക്കും. യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിൽ പറയുന്നത്, എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ തന്നെ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു എന്നാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചരിത്രത്തിൽ പലപ്പോഴും ഹിറ്റ്ലറെ പോലെയോ നീറോ ചക്രവർത്തിയെ പോലെയോ ഉള്ളവർ ഈ ആത്മാവിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ അന്ത്യകാലത്ത് ഒരു നിശ്ചിത വ്യക്തി ലോകത്തിന്റെ ഭരണാധികാരിയായി വെളിപ്പെടുമെന്ന് ബൈബിൾ ഉറപ്പിച്ചു പറയുന്നു. ആരായിരിക്കും ഈ വ്യക്തി? അവന് ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകുമെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്നാമതായി, അവൻ അതിബുദ്ധിമാനായിരിക്കും. ലോകത്തിലെ സങ്കീർണമായ സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു പ്രതിഭയായിരിക്കും അവൻ. രണ്ടാമതായി, അവൻ ഒരു മികച്ച പ്രസംഗകനായിരിക്കും. തൻ്റെ വാക്കുകൾ കൊണ്ട് ലോകത്തെ മുഴുവൻ വശീകരിക്കാൻ അവന് കഴിയും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ അവനെ ഒരു ചെറിയ കൊമ്പായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിന് വലിയ വായുണ്ടെന്നും അത് അഹങ്കാരം സംസാരിക്കുന്നു എന്നും ബൈബിൾ പറയുന്നു. അതായത് ലോകരാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു നേതാവ്. തുടക്കത്തിൽ അവൻ വളരെ വിനീതനായി കാണപ്പെട്ടേക്കാം. എന്നാൽ അധികാരം കൈവരുന്നതോടെ അവന്റെ യഥാർത്ഥ ഭാവം പുറത്തു വരും. അവൻ ദൈവത്തിന് വിരോധമായി വമ്പ് പറയുകയും വിശുദ്ധന്മാരെ പീഡിപ്പിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു വലിയ സത്യമുണ്ട്. യേശുക്രിസ്തു എങ്ങനെയാണോ ദൈവത്തിന്റെ പ്രതിരൂപമായി ഭൂമിയിൽ വന്നത്, അതുപോലെ തന്നെ സാത്താന്റെ പ്രതിരൂപമായിട്ടായിരിക്കും എതിർ ക്രിസ്തു വരുന്നത്. സാത്താൻ തന്റെ സകല അധികാരവും ശക്തിയും ഈ വ്യക്തിക്ക് നൽകും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ ഒരു തൃത്വം അല്ലെങ്കിൽ ട്രിനിറ്റി ഉള്ളതുപോലെ സാത്താനും ഒരു വ്യാജ തൃത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. സാത്താൻ, എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ. ഇതിൽ പുത്രനായ ക്രിസ്തുവിന് പകരമായിട്ടാണ് സാത്താൻ ഈ അധർമ്മമൂർത്തിയെ ലോകത്തിന് നൽകുന്നത്. ലോകം മുഴുവൻ അവനെ കണ്ട് അത്ഭുതപ്പെടുകയും അവനെ ആരാധിക്കുകയും ചെയ്യും. കാരണം മനുഷ്യർ ആഗ്രഹിക്കുന്ന ഭൗതിക സുഖങ്ങളും താൽക്കാലിക സമാധാനവും നൽകാൻ ഇവന് സാധിക്കും. അങ്ങനെയെങ്കിൽ അവൻ എപ്പോഴാണ് വെളിപ്പെടുക? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവനെ തടഞ്ഞു നിർത്തുന്ന ഒന്ന് ഇപ്പോഴുണ്ട് എന്നാണ്. ആ തടസ്സം നീങ്ങുമ്പോഴാണ് അവൻ പരസ്യമായി രംഗത്ത് വരുന്നത്. പല ബൈബിൾ പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷമോ അല്ലെങ്കിൽ ലോകത്ത് ഒരു വലിയ അരാജകത്വം ഉണ്ടാകുമ്പോഴോ ആയിരിക്കും അവനൊരു സമാധാന ദൂതനായി അവതരിക്കുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി അവൻ ആരാണെന്നും അവന്റെ സ്വഭാവം എന്താണെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലായി. എന്നാൽ എങ്ങനെയാണ് അവൻ ലോകത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത്? ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും അവനെ പിന്തുണയ്ക്കുന്നത്? തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ അതിനെക്കുറിച്ച് പരിശോധിക്കാൻ പോവുകയാണ്. നമുക്ക് ദാനിയേൽ പ്രവാചകൻ തന്റെ പുസ്തകത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ആ ഭയാനകമായ ദർശനത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ലോക ചരിത്രത്തിലെ ആ 4 മൃഗവും എതിർ ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും നമുക്ക് നോക്കാം. എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം.
പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം മനസ്സിലാകണമെങ്കിൽ ദാനിയേൽ പ്രവാചകനിലൂടെ ദൈവം നൽകിയ ദർശനങ്ങൾ നാം അറിഞ്ഞിരിക്കണം. ഏകദേശം 2600 വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിലെ പ്രവാസകാലത്ത് ദാനിയേൽ കണ്ട ദർശനങ്ങൾ ഇന്നും ലോക ചരിത്രത്തെയും വരാനിരിക്കുന്ന സംഭവങ്ങളെയും കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ട ഭീമാകാരമായ ഒരു പ്രതിമയുടെ സ്വപ്നം നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർണം, വെള്ളി, താമ്രം, ഇരുമ്പ് ഇവ കൊണ്ട് നിർമ്മിച്ച ആ പ്രതിമ ലോക ചരിത്രത്തിലെ 4 വലിയ സാമ്രാജ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിന്റെ അവസാന ഭാഗം, അതായത് ഇരുമ്പും കളിമണ്ണും കലർന്ന പാദങ്ങൾ, അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം, ഭിന്നിച്ചു നിൽക്കുന്നതും എന്നാൽ ഒന്നിക്കാൻ ശ്രമിക്കുന്നതുമായ ലോകശക്തികൾ, ഈ പാദങ്ങളിൽ നിന്നാണ് അന്ത്യകാലത്തെ ആ ആഗോള ശക്തി ഉദിച്ചുയരുന്നത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം ദാനിയേലിന് 4 ഭയാനകമായ മൃഗങ്ങളുടെ ദർശനം നൽകുന്നുണ്ട്. സിംഹം, കരടി, പുലി, പിന്നെ പേടിപ്പെടുത്തുന്ന 10 കൊമ്പുള്ള 4-ാമത്തെ മൃഗം. ചരിത്രപരമായി ഇത് ബാബിലോൺ, പേർഷ്യ, ഗ്രീസ്, റോം എന്നീ രാജ്യങ്ങളാണെന്ന് നമുക്കറിയാം. എന്നാൽ ശ്രദ്ധിക്കുക, ആ 10 കൊമ്പുകളുടെ ഇടയിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു വരുന്നത് ദാനിയേൽ കണ്ടു. ഈ ചെറിയ കൊമ്പാണ് എതിർക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നത്. അവൻ വരുമ്പോൾ നിലവിലുള്ള 3 കൊമ്പുകളെ അഥവാ 3 ഭരണാധികാരികളെ അവൻ പിഴുതെറിയും. ഈ ചെറിയ കൊമ്പിന് മനുഷ്യന്റേതുപോലുള്ള കണ്ണുകളും വമ്പ് പറയുന്ന വായുമുണ്ടായിരുന്നു എന്ന് ബൈബിൾ പറയും. ഇതിനർത്ഥം അവൻ കേവലം ഒരു മൃഗതുല്യമായ ശക്തിയല്ല, മറിച്ച് അസാധാരണമായ ബുദ്ധിയും സംസാര മികവുമുള്ള ഒരു മനുഷ്യനായിരിക്കുമെന്നാണ്. അവൻ അത്യുന്നതനായ ദൈവത്തിന് വിരോധമായി സംസാരിക്കുകയും വിശുദ്ധന്മാരെ പീഡിപ്പിക്കുകയും ചെയ്യും. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ ബൈബിളിലെ തന്നെ ഏറ്റവും സങ്കീർണവും എന്നാൽ കൃത്യവുമായ ഒരു പ്രവചനമുണ്ട്. 70 ആഴ്ചവട്ടങ്ങൾ. ഇതില് 69 ആഴ്ചവട്ടങ്ങൾ യേശുക്രിസ്തുവിന്റെ 1-ാം വരവോടുകൂടെ കൃത്യമായി നിറവേറി. എന്നാൽ അവസാനത്തെ ഒരാഴ്ചവട്ടം, അതായത് 7 വർഷം ഇന്നും ബാക്കി നിൽക്കുന്നു. ഈ 7 വർഷമാണ് ലോകം കാണാനിരിക്കുന്ന മഹാ കഷ്ടകാലം. പ്രവചനപ്രകാരം ഈ 7 വർഷത്തിന്റെ തുടക്കത്തിൽ എതിർക്രിസ്തു പലരുമായി, പ്രത്യേകിച്ച് ഇസ്രയേലുമായി ഒരു സമാധാന ഉടമ്പടി ഉണ്ടാകും. ലോകം മുഴുവൻ സമാധാനം സമാധാനം എന്ന് ഘോഷിക്കുമ്പോൾ അവൻ രംഗപ്രവേശനം ചെയ്യും. എന്നാൽ ആ 7 വർഷത്തിന്റെ പകുതിയാകുമ്പോൾ, അതായത് 3.5 വർഷം കഴിയുമ്പോൾ അവൻ തന്റെ വഞ്ചന പുറത്തെടുക്കും. അവൻ ബലികളെ നിർത്തലാക്കും. ദേവാലയത്തിൽ ശൂന്യമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അവൻ തന്നെ ദൈവമായി പ്രഖ്യാപിക്കുന്ന നിമിഷമാണത്. ദാനിയേൽ പ്രവാചകൻ ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നുണ്ട്. അവൻ കാലങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ വിചാരിക്കും. ഇന്ന് നമ്മൾ കാണുന്ന ലോകക്രമം ശ്രദ്ധിക്കുക. ധാർമ്മിക നിയമങ്ങൾ മാറുന്നു, പ്രകൃതി നിയമങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്നു, മനുഷ്യന്റെ സ്വത്വം പോലും പുനർനിർവചിക്കപ്പെടും. ഇതെല്ലാം ആ അധർമ്മമൂർത്തിയുടെ വരവിനുള്ള ഒരുക്കം മാത്രമാണ് എന്ന് നാം തിരിച്ചറിയണം. അവൻ വിശുദ്ധന്മാരെ 3.5 വർഷം, ദൈവഭക്തന്മാർക്ക് ഏറ്റവും വലിയ പീഡനം അനുഭവിക്കേണ്ടി വരുന്ന കാലഘട്ടമായിരിക്കുന്നത്. എന്നാൽ ദാനിയേൽ പ്രവാചകൻ അവിടെ അവസാനിപ്പിക്കുന്നില്ല. ഈ ചെറിയ കൊമ്പിന്റെ വിധി എന്താണെന്നും ദൈവം അവന് കാണിച്ചു കൊടുക്കുകയാണ്. സ്വർഗീയ സിംഹാസനങ്ങൾ സ്ഥാപിക്കപ്പെടുമെന്നും മനുഷ്യപുത്രനായ യേശുക്രിസ്തു മേഘാരൂഢനായി വന്ന് ഈ ശക്തിയെ തകർക്കുമെന്നും ദാനിയേൽ ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ ദാനിയേലിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് 3 കാര്യങ്ങളാണ്. 1, അവൻ ലോക രാഷ്ട്രീയത്തിന്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ഉയർന്നു വരുന്ന ഒരു നേതാവാണ്. 2, അവൻ സമാധാനത്തിന്റെ മുഖം മൂടി അണിഞ്ഞാണ് വരുന്നത്. 3, അവൻ ദൈവാലയത്തെ അശുദ്ധമാക്കുകയും വിശ്വാസികളെ പീഡിപ്പിക്കുകയും ചെയ്യും. ഈ 3 കാര്യങ്ങളാണ്
അവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും. ദാനിയേൽ കണ്ട ഈ ദർശനങ്ങൾ പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലനും യോഹന്നാനും എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിലെ ആ ഭയാനകമായ മൃഗവും ഈ ചെറിയ കൊമ്പും ഒന്നാണ്. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മൾ പരിശോധിക്കുന്നത് പുതിയ നിയമം നൽകുന്ന ആ ഗൗരവകരമായ വെളിപ്പെടുത്തലുകളെ കുറിച്ചാണ്. വഞ്ചനയുടെ ആഴം അവിടെയാണ് നമ്മൾ ശരിക്കും തിരിച്ചറിയാൻ പോകുന്നത്. പുതിയ നിയമ പ്രവചനങ്ങൾ എതിർ ക്രിസ്തുവിന്റെ അധികാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ സാക്ഷാൽ യേശു ക്രിസ്തു തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത്? മറുപടിയായി യേശു ആദ്യം പറഞ്ഞത് കള്ളക്രിസ്തുമാരും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുമെന്നാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശു ഒരു കാര്യവും കൂടെ എടുത്തു പറയുന്നുണ്ട്. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അവിടെ യേശു ദാനിയേലിന്റെ പ്രവചനത്തെ ശരിവെക്കുകയാണ്. അതായത് അന്ത്യകാലത്ത് വരാനിരിക്കുന്ന ആ വ്യക്തി കേവലം ഒരു സങ്കല്പമല്ല, മറിച്ച് ദേവാലയത്തെ അശുദ്ധമാക്കാൻ പോകുന്ന ഒരു യഥാർത്ഥ വ്യക്തിയാണെന്ന് യേശു നമുക്ക് ഉറപ്പ് നൽകുന്നു. തന്റെ നാമത്തിൽ വന്ന് അനേകരെ വഞ്ചിക്കുന്ന കള്ളക്രിസ്തുക്കളുടെ പരമാധികാരം വെളിപ്പെടുത്തുന്ന വരാനിരിക്കുന്ന ഈ എതിർ ക്രിസ്തു. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അവിടെ പൗലോസ് അവനെ പാപപുരുഷനെന്നും നാശയോഗ്യനെന്നുമാണ് വിളിക്കുന്നത്. പൗലോസ് പറയുന്ന ഒരു നിബന്ധനയുണ്ട്. ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കണം. അതായത് സത്യദൈവത്തിലുള്ള വിശ്വാസം ഉപേക്ഷിക്കപ്പെടുന്ന ഒരു വലിയ തരംഗം ലോകത്തുണ്ടാകണം. ഇന്നത്തെ ലോകം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ആത്മീയതയിൽ നിന്ന് മനുഷ്യൻ എത്ര വേഗമാണ് അകന്നു പോകുന്നത്. മനുഷ്യന്റെ ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പൗലോസ് പറയുന്നു, അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് താൻ ദൈവമെന്ന് കാണിക്കത്തക്കവണ്ണം തന്നെത്താൻ ഉയർത്തും. ഇത് കേവലം ഒരു ശാരീരിക ഇരിപ്പിടമല്ല, മറിച്ച് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട ആരാധനയുടെയും അധികാരത്തിന്റെയും ശക്തിയെ അവൻ ബലമായി പിടിച്ചെടുക്കുമെന്നാണ് ഇതിന്റെ അർത്ഥം. അവൻ വരുന്നത് സാത്താന്റെ പ്രവർത്തനത്തിന് ഒത്തവണ്ണം ശക്തിയോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെയാണ്. വഞ്ചിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ലോകത്തിന് മുൻപിൽ അവൻ ഒരു മഹാത്മാവായി പ്രത്യക്ഷപ്പെടും. എന്തുകൊണ്ടാണ് ലോകം അവനെ വിശ്വസിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. അവർ സത്യത്തെ സ്നേഹിക്കാത്തത് കൊണ്ട് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തിയെ അയക്കുന്നു. ഇത് വളരെ ഗൗരവകരമായ ഒരു മുന്നറിയിപ്പാണ്. വചനം വായിക്കാത്ത, സത്യത്തെ മുറുകെ പിടിക്കാത്ത ആർക്കും ഈ വഞ്ചന തിരിച്ചറിയാൻ സാധിക്കുകയേയില്ല. പുതിയ നിയമം വ്യക്തമാക്കുന്നത് എതിർ ക്രിസ്തു വരുന്നത് ക്രിസ്തുവിന്റെ ശത്രുവായിട്ടല്ല, മറിച്ച് ക്രിസ്തുവിന്റെ വേഷം കെട്ടിയാണ് എന്നാണ്. യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് സമ്മതിക്കാത്ത ഏതാത്മാവും എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ചുറ്റും യേശുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ഏതൊരു പ്രത്യയശാസ്ത്രവും ആ പാപപുരുഷന്റെ വരവിനുള്ള കളമൊരുക്കലാണ് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്ന രസകരമായ ഒരു കാര്യമുണ്ട്. അവനെ തടഞ്ഞു നിർത്തുന്ന ഒന്ന് ഇപ്പോഴുണ്ട്. ആ തടസ്സം നീങ്ങുമ്പോഴാണ് അവൻ പരസ്യമായി വെളിപ്പെടുന്നത്. പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് ഈ ഭൂമിയിലെ വിശ്വാസികളുടെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവുമാണ് അവനെ തടഞ്ഞു നിർത്തുന്നത് എന്നതാണ്. സഭ ഉൽപ്രാവണം പ്രാപിക്കപ്പെടുമ്പോൾ അഥവാ സത്യവിശ്വാസികൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഈ ലോകം പൂർണ്ണമായി ഇരുട്ടിലാകും. ആ ഇരുട്ടിലേക്കാണ് അവൻ പ്രകാശത്തിന്റെ ദൂതനായി കടന്നു വരുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഉറപ്പിച്ചു പറയുന്നു, കർത്താവായ യേശു
തന്റെ വായുടെ ശ്വാസത്താൽ അവനെ നശിപ്പിക്കും. അതായത് അവന്റെ ഭരണം താൽക്കാലികം മാത്രമാണ്, പക്ഷെ അത് അതിഭയാനകമായിരിക്കും. അപ്പോൾ പുതിയ നിയമത്തിലൂടെ നമ്മൾ കാണുന്നത് എതിർ ക്രിസ്തുവിന്റെ രണ്ട് വശങ്ങളാണ്. ഒന്ന്, അവന്റെ ആത്മീക വഞ്ചന. രണ്ട്, അവന്റെ അതിമാനുഷികമായ ശക്തി. അവൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് ലോകം സ്തംഭിച്ചു പോകും. ഒരുപക്ഷെ ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അവൻ ചെയ്ത് കാണിച്ചേക്കാം. ഇന്ന് അതിന്റെ മുന്നോടിയായി പല കാര്യങ്ങളും നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ പുതിയ നിയമ വെളിപ്പെടുത്തലുകൾ നമ്മെ എത്തിക്കുന്നത് ബൈബിളിലെ ഏറ്റവും നിഗൂഢമായ പുസ്തകത്തിലേക്കാണ്, വെളിപ്പാട് പുസ്തകം. അവിടെ യോഹന്നാൻ കാണുന്നത് ഒരു മൃഗത്തെയാണ്. ആ മൃഗത്തിന്റെ മുദ്ര 666 എന്ന സംഖ്യയിൽ ഇന്നും ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. തുടർന്ന് നമ്മൾ പരിശോധിക്കുന്നത് വെളിപ്പാട് പുസ്തകം നൽകുന്ന ആ ഭയാനകമായ അടയാളങ്ങളെ കുറിച്ചാണ്. സാമ്പത്തിക ലോകം എങ്ങനെയാണ് അവന്റെ കൈപ്പിടിയിലാകുന്നത് നമുക്ക് വിശദമായി നോക്കാം. ഈ പഠനത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് കണ്ട ഭയാനകമായ ദർശനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ യോഹന്നാൻ കാണുന്നത് കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെയാണ്. 7 തലയും 10 കൊമ്പുമുള്ള ഒരു വിചിത്രമായ ഒരു മൃഗം. ദാനിയേൽ പ്രവാചകൻ കണ്ട 4 മൃഗങ്ങളുടെയും സ്വഭാവങ്ങൾ ചേർന്ന ഒന്നാണ് ഈ മൃഗമെന്ന് ബൈബിൾ പറയും. ഇതിനർത്ഥം ലോക ചരിത്രത്തിലെ എല്ലാ വലിയ സാമ്രാജ്യങ്ങളുടെയും ക്രൂരതയും അധികാരവും ശക്തിയും ഒത്തുചേർന്ന ഒരു ആഗോള ഭരണകൂടത്തിന്റെ തലവനായിരിക്കും എതിർ ക്രിസ്തു. സാത്താൻ തന്റെ സിംഹാസനവും വലിയ അധികാരവും ഈ മൃഗത്തിന് നൽകുന്നു. ലോകം മുഴുവൻ ഈ മൃഗത്തെ കണ്ട് അത്ഭുതപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലും. ഈ മൃഗത്തിന് തുല്യൻ ആരുള്ളൂ എന്ന് അവർ ആവേശത്തോടെ ചോദിക്കും. കാരണം അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു അതിമാനുഷികനായി അവൻ മാറും. എതിർ ക്രിസ്തു ഒറ്റയ്ക്കല്ല വരുന്നത്. അവന് തുണയായി ഭൂമിയിൽ നിന്ന് തന്നെ മറ്റൊരു മൃഗവും കയറി വരുന്നത് യോഹന്നാൻ കണ്ടു. ഇതിനെയാണ് ബൈബിൾ കള്ളപ്രവാചകൻ എന്ന് വിളിക്കുന്നത്. അവൻ കുഞ്ഞാടിനെ പോലെ ഇരിക്കും, പക്ഷേ സംസാരിക്കുന്നത് പാമ്പിനെ പോലെയായിരിക്കും. അവന്റെ ഏക ലക്ഷ്യം ലോകത്തെ കൊണ്ട് ആദ്യത്തെ മൃഗത്തെ ആരാധിക്കുക എന്നതാണ്. അവൻ ആകാശത്ത് നിന്ന് തീ ഇറക്കുന്നത് പോലെയുള്ള വലിയ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കാണിക്കും. ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് ഇതൊന്നും അസാധ്യമല്ല എന്ന് നമുക്ക് നന്നായി അറിയാം. പക്ഷേ ഇത് വെറും ഒരു ടെക്നോളജി മാത്രമല്ല, സാത്താനിക ശക്തിയാൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളായിരിക്കും. അവൻ മൃഗത്തിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കുകയും ആ പ്രതിമയ്ക്ക് ജീവൻ നൽകുകയും ചെയ്യും. ആ പ്രതിമയെ ആരാധിക്കാത്തവരെയെല്ലാം കൊന്നുകളയാൻ അവൻ കൽപ്പിക്കും. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നിർബന്ധിത ആരാധനാക്രമമായിരിക്കും അവൻ അന്ന് നിലവിൽ കൊണ്ടുവരിക. ഇനി നമുക്ക് ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിലേക്ക് വരാം. മൃഗത്തിന്റെ മുദ്ര. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ കാണും. അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായി എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വഹിയാതെയുമാകുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ അത്രേ. അതിന്റെ സംഖ്യ 666. ഇതൊരു സാമ്പത്തിക കെണിയാണ്. മുദ്രയില്ലാത്തവർക്ക് ഒന്നും വാങ്ങാനോ വിൽക്കാനോ കഴിയുകയില്ല. ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടോ പണമോ ഉപയോഗിക്കാൻ ഒരു പ്രത്യേക ചിപ്പോ അടയാളമോ ആവശ്യമാണെന്ന് വന്നാൽ എന്ത് സംഭവിക്കും? ഇന്ന് ലോകം ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ കറൻസിയും ബയോമെട്രിക് ഐഡന്റിഫിക്കേഷനും സർവ്വസാധാരണമാവുകയാണ്. ബൈബിൾ പ്രവചിച്ച ആ സാമ്പത്തിക നിയന്ത്രണ സംവിധാനം ഇന്ന് നമ്മുടെ കൺമുൻപിൽ ഒരുങ്ങിക്കഴിഞ്ഞു.
666 എന്ന ആ സംഖ്യ ആ വ്യക്തിയുടെ നാമത്തിന്റെ സംഖ്യയാണെന്നും അത് തിരിച്ചറിയാൻ ജ്ഞാനം വേണമെന്നും ബൈബിൾ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. പലരും ചോദിക്കാറുണ്ട്, ജീവിതം നിലനിർത്താൻ വേണ്ടി ഈ മുദ്ര സ്വീകരിച്ചാൽ എന്താണ് കുഴപ്പമെന്ന്. ബൈബിൾ നൽകുന്ന മുന്നറിയിപ്പ് വളരെ വ്യക്തവും ഭയപ്പെടുത്തുന്നതുമാണ്. മൃഗത്തിന്റെ മുദ്ര സ്വീകരിക്കുന്നവർ ദൈവകോപത്തിന്റെ വീഞ്ഞു കുടിക്കേണ്ടി വരും. അവർക്ക് പകലും രാത്രിയിലും ആശ്വാസം ലഭിക്കുകയില്ല. ഇതൊരു കേവലം സാങ്കേതിക മാറ്റമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവ് ആർക്ക് കീഴടങ്ങുന്നു എന്നതിന്റെ അടയാളമാണ്. ഈ മുദ്ര സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എതിർക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടമായിരിക്കും. വെളിപ്പാട് പുസ്തകം പറയുന്നത് തങ്ങളുടെ ജീവനെ മരണം വരെ സ്നേഹിക്കാതെ കുഞ്ഞാടിന്റെ രക്തത്താൽ അവനെ ജയിച്ച വിശുദ്ധന്മാരെ കുറിച്ചാണ്. ഈ പീഡനകാലത്ത് വിശ്വാസികൾക്ക് വലിയ സഹനശക്തിയും വിശ്വാസവും ആവശ്യമായി വരും. വെളിപ്പാട് പുസ്തകം കാണിച്ചു തരുന്നത് ലോകം മുഴുവൻ ഒരു വ്യക്തിയുടെയും ഒരു സംവിധാനത്തിന്റെയും കീഴിൽ അമരുമെന്ന ഒരു ഭയാനകമായ കാഴ്ചയാണ്. സ്വാതന്ത്ര്യം പൂർണ്ണമായി ഹനിക്കപ്പെടുന്ന, ആരാധന നിർബന്ധിതമാക്കപ്പെടുന്ന ഒരു കാലം. എന്നാൽ ഈ മുദ്രയും സാമ്പത്തിക നിയന്ത്രണങ്ങളും പെട്ടെന്നൊരു ദിവസം ആകാശത്തുനിന്ന് വീഴുന്നതല്ല. ഇതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഇന്ന് ലോകരാഷ്ട്രീയത്തിലും സാങ്കേതിക വിദ്യയിലും രൂപപ്പെട്ടു കഴിഞ്ഞു. ഈ ആധുനിക സൂചനകൾ എന്തൊക്കെയാണ്? ലോകം എങ്ങനെയാണ് ഒരു ഏകലോക ഗവൺമെന്റിലേക്ക് നീങ്ങുന്നത്? നമുക്ക് തുടർന്ന് അതിനെക്കുറിച്ച് കൂടെ ചർച്ച ചെയ്യാം. നമ്മുടെ കണ്ണിന് മുൻപിൽ നടക്കുന്ന ആധുനിക അടയാളങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ ഇതുവരെ ബൈബിളിലെ പ്രവചനങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമ്മുടെ കൺമുൻപിലെ ലോകത്തിലേക്ക് നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം പറയുന്നത് ലോകം മുഴുവൻ ഒരു ഭരണാധികാരിയുടെ കീഴിലാകുമെന്നാണ്. കുറച്ചു കാലം മുമ്പ് വരെ ഇത് അസാധ്യമായി തോന്നിയിരുന്നെങ്കിൽ ഇന്ന് ഗ്ലോബലൈസേഷൻ എന്ന ആശയത്തിലൂടെ ലോകം ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നാം മറന്നുപോകരുത്, ബൈബിൾ പറയുന്നത് അക്ഷരം പ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഗോള സാമ്പത്തിക പ്രതിസന്ധികളും മഹാമാരികളും യുദ്ധങ്ങളും വരുമ്പോൾ ലോക നേതാക്കന്മാർ ഒരേ സ്വരത്തിൽ പറയുന്ന എന്താണ്? നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ ഒരു ആഗോള നേതൃത്വം വേണം. ഐക്യരാഷ്ട്ര സഭയും ലോക സാമ്പത്തിക ഫോറവും മുൻപോട്ട് വെക്കുന്ന പല പദ്ധതികളും ഒരാഗോള ഭരണകൂടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഗ്രേറ്റ് റീസെറ്റ് പോലെയുള്ള ആശയങ്ങൾ ശ്രദ്ധിക്കുക. ലോകത്തിന്റെ അധികാരം ചുരുക്കം ചില ആളുകളുടെ കൈകളിലേക്ക് ഒതുങ്ങുന്നത് എതിർക്രിസ്തുവിന്റെ വരവിനുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ സൂചനയാണെന്ന് നാം മറന്നുപോകരുത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബയോമെട്രിക്കൽ ഐഡന്റിഫിക്കേഷൻ, ഇവയിലൂടെയൊക്കെ ഓരോ മനുഷ്യനെയും നിമിഷ നേരം കൊണ്ട് നിരീക്ഷിക്കാൻ ഇന്ന് സാധിക്കും. ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിലവിലുള്ള സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം ഒന്ന് ആലോചിച്ച് നോക്കൂ. സർക്കാരിന് വിധേയനായി ജീവിച്ചാൽ മാത്രം പോയിന്റുകൾ ലഭിക്കുകയും ആനുകൂല്യങ്ങൾ കിട്ടുകയും ചെയ്യുന്ന അവസ്ഥ. ഇത് വെളിപ്പാട് പുസ്തകം പറഞ്ഞ ആ സാമ്പത്തിക നിയന്ത്രണത്തിന്റെ ഒരു പരീക്ഷണ ഘട്ടമല്ലേ എന്ന് നാം ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബൈബിൾ പ്രവചനങ്ങളുടെ ഘടികാരം എന്ന് വിളിക്കുന്നത് ഇസ്രയേൽ എന്ന രാജ്യത്തെയാണ്. 1948 ഇസ്രയേൽ ഒരു രാഷ്ട്രമായി മാറിയത് അന്ത്യകാലത്തിന്റെ ഏറ്റവും വലിയ അടയാളമായിരുന്നു. ഇന്ന് ലോക ശ്രദ്ധ മുഴുവൻ മിഡിൽ ഈസ്റ്റിലാണ്. എതിർക്രിസ്തു ഇസ്രയേലുമായി ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിലവിലുള്ള യെറുസലേമിൽ ഒരു മൂന്നാം ദേവാലയം പണിയാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവാലയത്തിന് വേണ്ടിയുള്ള സാമഗ്രികളും പുരോഹിതന്മാരുടെ വസ്ത്രങ്ങളും വരെ തയ്യാറായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ദേവാലയം പണിയാൻ അനുവാദം നൽകുന്ന വ്യക്തിയായിരിക്കും ഒരുപക്ഷെ ലോകം കാത്തിരിക്കുന്ന ആ സമാധാന ദൂതൻ. എന്നാൽ ആ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് താൻ ദൈവമെന്ന്
അവൻ പ്രഖ്യാപിക്കുമെന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകുകയാണ്. സാങ്കേതികമായ സൂചനകൾക്കൊപ്പം തന്നെ പ്രധാനമാണ് ആത്മീകമായ സൂചനകൾ. ഇന്ന് ലോകമെമ്പാടുമുള്ള സഭകളിൽ വലിയ രീതിയിലുള്ള വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവവചനത്തിലെ സത്യങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നു. പാപത്തെ പാപമായി കാണാത്ത, എല്ലാവരെയും പ്രീണിപ്പിക്കുന്ന ഒരു മിക്സഡ് റിലീജിയൻ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വാർത്തകളിലൂടെയൊക്കെ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മനുഷ്യത്വം തന്നെയാണ് ദൈവമെന്നും എല്ലാ മതങ്ങളും ഒന്നാണെന്നും പറയുന്ന ഒരാഗോള ആത്മീയത എതിർ ക്രിസ്തുവിന് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വരുമ്പോൾ എല്ലാ മതങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ അവൻ ശ്രമിക്കും. ഇതിനെയാണ് ബൈബിൾ മഹാവേശ്യ എന്ന് വിളിക്കുന്ന വ്യാജമത സംവിധാനം. സത്യത്തെ സ്നേഹിക്കാത്തവർ ഈ വ്യാജ ആത്മീയതയിൽ അവർ വീണുപോകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്ന ഈ മാറ്റങ്ങൾ വെറുമൊരു യാദൃച്ഛികതയല്ല. ബൈബിൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കൺമുൻപിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വഞ്ചകൻ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ അവന്റെ ഭരണം എങ്ങനെയായിരിക്കും? ആ 7 വർഷക്കാലത്തെ കഷ്ടകാലത്ത് ഭൂമിയിൽ എന്ത് സംഭവിക്കും? 3.5 വർഷത്തെ സമാധാനത്തിന് ശേഷം അവൻ തന്റെ ക്രൂരമുഖം എങ്ങനെ പുറത്തെടുക്കും? തുടർന്നുള്ള നിമിഷങ്ങളിൽ നാം അതിനെക്കുറിച്ചുകൂടെ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്തെക്കുറിച്ചും ആ 7 വർഷത്തെ ഭീകരതയെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. പ്രവചന ഭൂപടത്തിലെ ഏറ്റവും ഭയാനകമായ 7 വർഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത്. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ 70-ാം ആഴ്ചവട്ടം എതിർ ക്രിസ്തു തന്റെ അധികാരം ഉറപ്പിക്കുന്നത് ഒരു വലിയ സമാധാന ഉടമ്പടിയോടെയായിരിക്കും. ലോകം യുദ്ധങ്ങളുടെയും സാമ്പത്തിക തകർച്ചയുടെയും വക്കിൽ നിൽക്കുമ്പോൾ അവൻ ഇസ്രയേലുമായി മറ്റു പല രാജ്യങ്ങളുമായും ഒരു 7 വർഷത്തെ ഉടമ്പടി ഉണ്ടാക്കും. ഈ കാലഘട്ടത്തിന്റെ ആദ്യ പകുതി, അതായത് ആദ്യത്തെ 3.5 വർഷം ലോകത്തിന് ഒരു സുവർണ കാലഘട്ടം പോലെ തോന്നിക്കാം. യുദ്ധങ്ങൾ നിൽക്കുന്നു, സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്നു, ലോകം മുഴുവൻ ഒരു നേതാവിന് കീഴിൽ സുരക്ഷിതമാണെന്ന് മനുഷ്യർ വിശ്വസിക്കും. ബൈബിൾ പറയുന്നു, സമാധാനമെന്നും നിർഭയമെന്നും അവർ പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ അവർക്ക് പെട്ടെന്ന് നാശം വരും. ആ സമാധാനം ഒരു കെണിയാണ്. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ചെറിയ ശാന്തത മാത്രമാണ്. 7 വർഷത്തിന്റെ കൃത്യം പകുതിയാകുമ്പോൾ, അതായത് 3.5 വർഷം കഴിയുമ്പോൾ, അതായത് 42 മാസം കഴിയുമ്പോൾ എതിർ ക്രിസ്തു തന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തും. അവൻ അതുവരെ നിലനിന്നിരുന്ന സമാധാന ഉടമ്പടി ലംഘിക്കും. ഇസ്രയേൽ പുനർനിർമ്മിക്കപ്പെട്ട ദേവാലയത്തിൽ അവൻ പ്രവേശിക്കുകയും ബലികളും വഴിപാടുകളും നിർത്തലാക്കുകയും ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് താൻ ദൈവമാണെന്ന് അവൻ ലോകത്തോട് പ്രഖ്യാപിക്കും. ഇതിനെയാണ് യേശുക്രിസ്തു ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് വിശേഷിപ്പിച്ചത്. തന്റെ മുൻഗാമിയായ സാത്താൻ ആഗ്രഹിച്ച പോലെ സകല മനുഷ്യരുടെയും ആരാധന തനിക്ക് വേണമെന്ന് അവൻ നിർബന്ധം പിടിക്കും. ഈ ഘട്ടം മുതൽ ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത മഹാകഷ്ടകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവസാനത്തെ 3.5 വർഷം ഭൂമിയിൽ നരകതുല്യമായ പീഡനങ്ങളുടെ കാലമായിരിക്കും. എതിർ ക്രിസ്തുവിനെ ദൈവമായി ആരാധിക്കാത്തവർ വേട്ടയാടപ്പെടും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം പറയുന്നത്, മൃഗത്തിന്റെ പ്രതിമയെ ആരാധിക്കാത്തവരെയെല്ലാം കൊല്ലാൻ അവൻ കൽപ്പിക്കുമെന്നാണ്. എത്ര ഭീകരമായ അവസ്ഥയാണെന്ന് ചിന്തിച്ചു നോക്കും. ഈ സമയത്താണ് മൃഗത്തിന്റെ മുദ്ര നിർബന്ധിതമാകുന്നത്. അവന്റെ ഭരണകൂടത്തോട് പൂർണ്ണമായി സഹകരിക്കാത്തവർക്ക് ഭക്ഷണം വാങ്ങാനോ ജീവിക്കാനോ കഴിയാത്ത അവസ്ഥ വരും. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യാനും അവരെ ജയിക്കാനും അവന് അധികാരം നൽകപ്പെടും. അനേകം വിശ്വാസികൾ രക്തസാക്ഷികളാകേണ്ടി വരും. എന്നാൽ ബൈബിൾ പറയുന്നു, അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും.
കഷ്ടതകൾക്കിടയിലും ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുന്ന ഒരു ചെറിയ ശേഷിപ്പ് അന്ന് ഭൂമിയിൽ ഉണ്ടാകും. ഇത് ദൈവത്തിന്റെ വചനം കൃത്യമായി പറയുന്നു. എതിർ ക്രിസ്തു വിശ്വാസികളെ പീഡിപ്പിക്കുമ്പോൾ തന്നെ ദൈവം ഈ അധർമ്മ ലോകത്തിന്മേൽ തന്റെ ന്യായവിധികൾ ചൊരിയാൻ തുടങ്ങും. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്ന 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 കലശങ്ങൾ, ഇവ 7 വർഷത്തിനുള്ളിലാണ് സംഭവിക്കുന്നത്. നദികൾ രക്തമായി മാറുന്നു. ഭയാനകമായ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നു. ആകാശം ഇരുണ്ടുപോകുന്നു. ഭൂമിയിലെ മനുഷ്യർ ദൈവത്തെ ഭയപ്പെടുന്നതിന് പകരം തങ്ങളുടെ കഷ്ടതകൾ കണ്ട് ദൈവത്തെ ദൂഷണം പറയുമെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. ലോകം ഒരാഗോള യുദ്ധത്തിലേക്ക് നീങ്ങും. എല്ലാ രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ ഇസ്രായേലിലെ ഹർമഗദോൻ എന്ന സ്ഥലത്തേക്ക് ഒത്തുകൂടും. മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അന്ത്യയുദ്ധത്തിനുള്ള ഒരുക്കമായിരിക്കും അത് എന്ന് ബൈബിൾ പറയും. എതിർ ക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണം ലോകത്തിന് നൽകുന്നത് സമാധാനമല്ല, മറിച്ച് നാശമാണ്. അത് വഞ്ചനയിൽ തുടങ്ങി ഭീകരതയിൽ അവസാനിക്കും. ഈ ഭയാനകമായ സാഹചര്യങ്ങൾ കേൾക്കുമ്പോൾ ആർക്കും ഭയം തോന്നാം. എന്നാൽ ഈ കഷ്ടകാലത്തെ അതിജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എങ്ങനെയാണ് നമ്മൾ ഇതിനെതിരെ ഒരുങ്ങേണ്ടത്? വരാനിരിക്കുന്ന ആ ആത്മീക വഞ്ചനയിൽ വീഴാതിരിക്കാൻ ബൈബിൾ നൽകുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഒരുങ്ങണം എന്നതിനെ കുറിച്ചാണ്. ബൈബിൾ ഇതിന് വ്യക്തമായ രൂപരേഖ നമുക്ക് നൽകുന്നുണ്ട്. എതിർ ക്രിസ്തുവിനെ കുറിച്ചും വരാനിരിക്കുന്ന കഷ്ടകാലത്തെക്കുറിച്ചും കേൾക്കുമ്പോൾ ഏതൊരാളുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഭയമായിരിക്കും. എന്നാൽ ബൈബിൾ ഈ മുന്നറിയിപ്പുകൾ നൽകുന്നത് നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് നമ്മെ ഒരുക്കിയെടുക്കാനാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ തല ഉയർത്തുവിൻ, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നുവല്ലോ എന്നാണ് യേശു ക്രിസ്തു വ്യക്തമായി നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മലമുകളിലോ ഗുഹകളിലോ പോയി ഒളിച്ചിരിക്കുക എന്നല്ല അർത്ഥം. ഇതൊരാത്മീക ഒരുക്കമാണ്. ഒന്നാമതായി വഞ്ചിക്കപ്പെടാതിരിക്കാൻ ദൈവവചനത്തിൽ ആഴമായി വേരൂന്നുക. എതിർ ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ആയുധം വ്യാജമായതുകൊണ്ട് സത്യം കൈവശമുള്ളവർക്ക് മാത്രമേ അവനെ തിരിച്ചറിയാൻ കഴിയൂ. ബൈബിൾ കൃത്യമായി പഠിക്കുക, വചനവിരുദ്ധമായ ഉപദേശങ്ങളെ തിരിച്ചറിയുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. രണ്ടാമതായി വിശുദ്ധിയുള്ള ജീവിതം. ലോകം അധർമ്മത്തിലേക്ക് വഴിമാറുമ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത ക്രിസ്തീയ ജീവിതം നയിക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. നമ്മുടെ ചുറ്റുമുള്ള ലൗകിക മോഹങ്ങളിലും പാപ സാഹചര്യങ്ങളിലും വീണുപോകാതിരിക്കാൻ നിരന്തരമായ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. യേശു പറഞ്ഞു, ഭൂതലത്തിലെങ്ങും വരാനിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്നൊക്കെയും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാനും തക്കവണ്ണം എപ്പോഴും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടുമിരിക്കും. ഇവിടെ ഉണർന്നിരിക്കുക എന്നത് ആത്മീക ജാഗ്രതയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ആത്മീക വിളക്കിൽ എണ്ണയുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കുക. ലൗകിക കാര്യങ്ങളിൽ മാത്രം മുഴുകി ആത്മീയത മറന്നു പോകുന്നവർക്ക് ആ വഞ്ചനയുടെ കെണി തിരിച്ചറിയാൻ കഴിയുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് രക്ഷയുടെ ഉറപ്പുണ്ടോ എന്നതാണ്. എതിർ ക്രിസ്തുവിനെ ജയിക്കാൻ നമ്മുടെ സ്വന്തം ശക്തിക്കോ ബുദ്ധിക്കോ കഴിയില്ല. വെളിപ്പാട് പുസ്തകം 12:11 ഇതിന്റെ രഹസ്യം പറയുന്നുണ്ട്. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും ജയിച്ചു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ സാത്താനിക ശക്തികളെ അതിജീവിക്കാൻ കഴിയൂ. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. ആത്മീകമായ ആ മുദ്ര, അതായത് പരിശുദ്ധാത്മാവിന്റെ മുദ്ര, അത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ മൃഗത്തിന്റെ മുദ്ര നിങ്ങളെ സ്പർശിക്കുകയില്ല. ലോകം
ആരെ ആരാധിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നിങ്ങൾക്കുണ്ടായിരിക്കണം. നമ്മൾ മാത്രം ഒരുങ്ങിയാൽ പോരാ, മറ്റുള്ളവരെ ഒരുക്കുകയും വേണം. സമയം കുറവാണെന്ന് തിരിച്ചറിയുന്നവർക്ക് സുവിശേഷം അറിയിക്കാതിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഈ വഞ്ചനയിൽ വീണുപോകാതിരിക്കാൻ അവരോട് സത്യം സംസാരിക്കുക, അവരോട് വ്യക്തമായി ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. ഇന്നത്തെ ലോക സാഹചര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക. ബൈബിൾ പ്രവചനങ്ങൾ എങ്ങനെ നിറവേറുന്നു എന്ന് അവരെ കാണിച്ചു കൊടുക്കുക. ഒരുപക്ഷെ പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷെ ഓർക്കുക, നോഹ പെട്ടകം പണിതപ്പോൾ ലോകം അവനെ പരിഹസിച്ചു. പക്ഷേ പ്രളയം വന്നപ്പോൾ ആ പെട്ടകം മാത്രമായിരുന്നു ഏക രക്ഷാമാർഗം. അതുപോലെ വരാനിരിക്കുന്ന കഷ്ടകാലത്ത് യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ പെട്ടകം. യേശു മാത്രമാണ് നമ്മുടെ രക്ഷ. പ്രിയപ്പെട്ടവരെ, ഒരുക്കത്തിന് സമയം ഇപ്പോഴാണ്. കഥകൾ അടയ്ക്കപ്പെട്ട ശേഷം നിലവിളിച്ചിട്ട് കാര്യമില്ല. എതിർ ക്രിസ്തുവിന്റെ നിഴൽ ലോകത്തിന്മേൽ വീണു കഴിഞ്ഞു. പക്ഷേ നമുക്ക് പ്രത്യാശയുണ്ട്. ഈ ഇരുട്ടിന് പിന്നിൽ ഒരു വലിയ വെളിച്ചം വരുന്നുണ്ട്. എതിർ ക്രിസ്തുവിന്റെ നാശവും ക്രിസ്തുവിന്റെ മഹത്തായ മടങ്ങിവരവും എങ്ങനെയായിരിക്കും? ഈ പഠനത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ആ വിജയകരമായ അന്ത്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടം, ഹർമഗദോൻ യുദ്ധവും ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും നമുക്ക് അല്പനിമിഷവും കൂടെ ചിന്തിക്കാം. എതിർ ക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണം അതിന്റെ അവസാനത്തിലെത്തുന്നത് മാനവരാശി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധത്തോടു കൂടിയാണ്, ഹർമഗദോൻ യുദ്ധം. ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെയും ദൈവത്തിന് വിരോധമായും ഒന്നിച്ചുകൂടുന്ന സമയം. മനുഷ്യ ചരിത്രം അവിടെ അവസാനിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷം. എന്നാൽ ആ ഇരുണ്ട നിമിഷത്തിലേക്കാണ് പ്രപഞ്ചനാഥനായ യേശു ക്രിസ്തു തൻ്റെ സകല തേജസ്സോടും കൂടെ മടങ്ങി വരുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം ആ മഹത്തായ കാഴ്ച ഇങ്ങനെ വിവരിക്കുന്നു. സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. വെളുത്ത ഒരു കുതിര, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ വരുന്നത് ഒറ്റയ്ക്കല്ല, സ്വർഗീയ സൈന്യങ്ങൾ അവനെ അനുഗമിക്കുന്നു. എതിർ ക്രിസ്തുവിന്റെ ആഗോള സൈന്യങ്ങൾ ഒരു ഭാഗത്ത്, സ്വർഗത്തിന്റെ സൈന്യം മറുഭാഗത്ത്. പക്ഷേ അവിടെ ഒരു നീണ്ട പോരാട്ടത്തിന്റെ ആവശ്യമില്ല. എതിർ ക്രിസ്തുവിന്റെയും കള്ളപ്രവാചകന്റെയും അന്ത്യം ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മൃഗത്തെയും അവന്റെ മുദ്ര സ്വീകരിച്ചവരെയും വഞ്ചിച്ച കള്ളപ്രവാചകനെയും പിടിച്ചു. അവരെ രണ്ടുപേരെയും ജീവനോടെ ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് എറിഞ്ഞു കളയുമെന്ന് വചനം പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ കർത്താവ് തന്റെ വായുടെ ശ്വാസത്താൽ അവനെ നശിപ്പിക്കും. മനുഷ്യനിർമ്മിതമായ ആയുധങ്ങൾ കൊണ്ടോ രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ടോ അല്ല ഈ അന്ത്യം സംഭവിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാലാണ്. സാത്താൻ പിടിക്കപ്പെടുകയും 1000 വർഷത്തേക്ക് അഗാധത്തിൽ ചെങ്ങലക്കിടപ്പെടുകയും ചെയ്യും. ഭൂമിയിലെ അധർമ്മത്തിന്റെ ഭരണം അവിടെ അവസാനിക്കുന്നു. നീതിയുടെയും സമാധാനത്തിന്റെയും ഒരു പുതിയ പ്രഭാതം അവിടെ ഉദിക്കുവാൻ ആരംഭിക്കുകയാണ്. എതിർ ക്രിസ്തു കൊണ്ടുവന്ന വ്യാജ സമാധാനത്തിന് പകരം യേശുക്രിസ്തു ഭൂമിയിൽ യഥാർത്ഥ സമാധാനത്തിന്റെ രാജ്യം സ്ഥാപിക്കും. 1000 വർഷം ഇത് നീണ്ടു നിൽക്കും. പ്രവാചകന്മാർ ദർശിച്ചതുപോലെ ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് വസിക്കുന്ന, യുദ്ധങ്ങളില്ലാത്ത, രോഗവും വേദനയും ഇല്ലാത്ത ഒരു കാലഘട്ടം. വിശുദ്ധന്മാർ അവനോടൊപ്പം വാഴും. നീതി ഭൂമിയിൽ നിറയും. സകല ജാതികളും ജെറുസലേമിലേക്ക് ദൈവത്തെ ആരാധിക്കാൻ വരും. ഇതൊരു കെട്ടുകഥയല്ല, മറിച്ച് സൃഷ്ടിക്കപ്പെട്ട ലോകത്തെ അതിന്റെ പൂർണ്ണതയിലേക്ക് ദൈവം വീണ്ടെടുക്കുന്ന നിമിഷമാണ്. സാത്താൻ അഴിച്ചുവിട്ട സകല തകർച്ചകൾക്കും ക്രിസ്തു പരിഹാരം കാണും. മരണവും കണ്ണുനീരുമില്ലാത്ത നിത്യതയിലേക്കുള്ള ഒരു വലിയ ചവിട്ടുപടിയായിരിക്കും ഈ 1000 ആണ്ട് വാഴ്ച. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നമ്മെ എത്തിക്കുന്നത് വലിയൊരു സത്യത്തിലേക്കാണ്.
വിജയം ദൈവത്തിൻ്റെതാണ്. എതിർ ക്രിസ്തു വരും, വഞ്ചനകൾ വർദ്ധിക്കും, കഷ്ടതകൾ ഉണ്ടാകും. എന്നാൽ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നവർക്ക് നിത്യമായ ഒരു വിജയമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾ ആരുടെ പക്ഷത്താണ്? ലോകം തരുന്ന താൽക്കാലികമായ സുരക്ഷിതത്വത്തിലും വ്യാജ സമാധാനത്തിലും നിങ്ങൾ മയങ്ങിപ്പോവുകയാണോ? അതോ വരാനിരിക്കുന്ന രാജാവായ യേശുവിനെ എതിരേൽക്കാൻ നിങ്ങൾ ഒരുങ്ങുകയാണോ? സമയം അതിവേഗം കടന്നു പോവുകയാണ്. മൃഗത്തിന്റെ മുദ്രയല്ല, പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതം യേശു ക്രിസ്തുവിനായി സമർപ്പിക്കുക. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. വഞ്ചിക്കപ്പെടാതിരിക്കുക, ഉണർന്നിരിക്കുക, പ്രാർത്ഥിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പങ്കുവെക്കുക. കാരണം സത്യമറിയാത്ത അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെയും നമുക്ക് ഈ വലിയ വഞ്ചനയിൽ നിന്ന് രക്ഷിക്കണം. അത് നമ്മുടെ കടമയാണ്. ബൈബിൾ സത്യങ്ങൾ ആഴത്തിൽ പഠിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ പഠനവുമായി നമുക്ക് കാണാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ.